പാർട്ടിയെ ഭരണത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു പൂർണ്ണ ഉത്തരവാദിത്തം കൂടി ആര്യയുടെ കയ്യിലുണ്ട്. ആ കാര്യം ഞാൻ 100% ഗ്യാരണ്ടി. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെല്ലാവരും ഇവിടെ സജ്ജമായി തന്നെയുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയറോ ആകാം. ആ ആൾ പ്രചരണത്തിന് ഇറങ്ങാതിരിക്കുന്ന കണ്ടിട്ടു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 കൊല്ലം മേയറായി നിങ്ങളൊക്കെ സേവിച്ച ആ മഹതിയെ ഒരു കുടുംബയോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല. കാരണം ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എതിർപാർട്ടിക്ക് വോട്ട് ചെയ്ത് കളയും. തിരുവനന്തപുരത്തിന്റെ ഭരണം LDF നഷ്ടമാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി പാര്യക്കുണ്ടോ? എന്നിൽ എന്ത് കഴിവുണ്ട് എന്ന് ഒരു പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത്. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം എന്ന് വെച്ചാൽ അതൊരു 1.5 ഭരണമായിരുന്നു എന്നെനിക്ക് സ്വയം ഞാൻ ബോധ്യപ്പെടുകയാണ്. അപ്പം ഞാൻ എന്തൊക്കെ കോമാളിത്തരങ്ങളാണ്. ഇല്ല, KSRTC ബസ്സിൽ കയറി ലേളണ്ടാക്കി ഒരു മേയറെ തിരുവനന്തപുരത്ത് കയറി ഇല്ല. LDF എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത്. രജനി, ഫൈനലാണ് 50 സീറ്റാണ് തിരുവനന്തപുരത്തെ ചരിത്ര വിജയത്തിൽ BJPയുടെ അക്കൗണ്ടിലുള്ളത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മറ്റാർക്കെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ വിജയിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ നീ ഒരു മഹാമണ്ടൻ തന്നെ. അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിക്കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനൂ. ചുവപ്പിന്റെ തലസ്ഥാനം അങ്ങനെ കാവ്യ അണിഞ്ഞിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഒരു പൂർണ്ണകായ ചിത്രം അവിടെ ഒരു മാലയ്ക്ക് ഇടിച്ച് വെച്ചിട്ടുണ്ടാവും. ആര്യ രാജേന്ദ്രൻ BJPയുടെ ഐശ്വര്യം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും എന്റെ മോളെ ദൈവം രക്ഷിക്കട്ടെ.